അച്ഛനാണെങ്കിലും ഈ ഫസ്റ്റ് ഈ ഒരു തരത്തിലേക്ക് നന്ദു ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്, ഈ ഒരു ഫീൽഡ് മതി. മെയിനായിട്ട് അച്ഛന്മാർക്കാണല്ലോ ഫസ്റ്റ് ഞാൻ കഴിഞ്ഞ ഉത്തരവാദിത്തം ഏൽക്കേണ്ട ആളാണ്, അതങ്ങനെ കളിച്ചു നടന്നാൽ പറ്റും. ഈ ആ ടൈമിലെന്ന് വെച്ചാൽ കോവിഡ് ടൈമിലെന്ന് വെച്ചാൽ എല്ലാവരും തുരുതുരാന്ന് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന ആ ഒരു ടൈം. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതൊന്നും ഒന്നും ആവുമോ, എന്താകും, അങ്ങനെ ഒരു. അല്ല, അവന് താല്പര്യം ഇതാണ് മെയിനായിട്ട്. കാരണം എത്ര സമയം വേണേ അവൻ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കും. അങ്ങനെ ഒരു ഇത് നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ അവൻ പറഞ്ഞിങ്ങനെ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അവന് ചെറിയ ചെറിയ എന്താ ക്യാമറ ആരോ കൊടുത്ത് ആദ്യം ഏട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ വാങ്ങിക്കൊടുത്ത് സ്വന്തം പ്രയത്നത്താലാണ് അവൻ ഇതുവരെ എത്തിയത്. ആ, നമ്മള് പഠിക്കാനൊന്നും പോയില്ല, അതൊക്കെ യൂട്യൂബിൽ നോക്കി നിന്ന് പഠിച്ച് അങ്ങനെ ഈ ലെവലിൽ എത്തിയത്. ആ, എല്ലാം അതെ, അവനെ തന്നെ നമ്മൾ അംഗീകരിക്കുന്നത്. നമ്മളൊന്നുമല്ല. അല്ല, ആ ഒരു ടൈമില് സാധാ ഉള്ള അച്ഛന്റെ അമ്മയുടെ ഒരു കൺസേൺ ആണ് മെയിൻ. ഇങ്ങനെ യൂട്യൂബ് ചാനലും കൊണ്ട് ഇരുന്നിട്ട് എന്താവാനാണ്, ഭാവി സുരക്ഷിതമാക്കണ്ടേ, ആ ഒരു ഏജ് ആയിരുന്നല്ലോ അപ്പൊ നന്ദുവിന്റെ. അല്ല, അപ്പം അവന്റെ ആഗ്രഹം എന്താ അത് നടക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തി ഞങ്ങൾ അങ്ങനെയുള്ളൂ. നിന്നുള്ളൂ. അതെ. എന്ത് നല്ല അച്ഛനും അല്ല, അമ്മയാണ്. അത് സത്യമായിട്ടോ. ഞാൻ പക്ഷെ അല്ല, എവിടെയെങ്കിലും ഒരു സ്കൂളിൽ ഒരു പ്യൂണിന്റെ എന്തെങ്കിലും പൈസ കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ റിട്ടയർഡ് ആകുമ്പോഴേക്കും അങ്ങനെ ചെയ്യണം, ഇവനൊരു വരുമാനം ഇല്ലാതെ ഇവന്. പക്ഷെ അപ്പോഴേക്കും ഇവന് കൃഷ്ണപ്രിയനെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഒരു കുട്ടി വരുന്ന സമയത്ത് അവർക്ക് ജീവിക്കാൻ വേണ്ട എന്തെങ്കിലും, ഞാനിതിങ്ങനെ പറഞ്ഞു വിടുന്ന ഇങ്ങനെ എന്തെങ്കിലും നോക്കണം കുഞ്ഞേട്ടാ, അവിടെ ആരുടെ അടുത്തൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തത് ആ സമയത്ത്. പക്ഷെ ഇവന് ഞാൻ അങ്ങനെ എനിക്കൊരു ശമ്പളം കിട്ടുന്ന ഒരു ഇത്ര മണിക്കൂർ പോയി ജോലി ചെയ്യുന്ന പണിക്ക് പോകാൻ എനിക്ക് പറ്റൂല എന്ന് ഇവനെപ്പോഴും പറയുന്നത്.